നമ്മൾ പോകുന്ന വഴിയാണ്. എടാ അന്ന് നമ്മൾ അന്നേ നമ്മൾ വന്നപ്പോൾ എന്തോ മീനാ അതിനകത്തൊന്ന് പിടിച്ച പാത്തിന്ന്. അന്നത്തെ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ. അപ്പം ഇന്നത് കിട്ടുമോ നോക്കാം. ഈ സ്ഥലം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. കാര്യം ഇത് നമ്മൾ കുക്ക് ചെയ്ത സ്ഥലമാണ്. ഇവിടെയൊക്കെ കണ്ട നേരത്തെ വീഡിയോയ്ക്കകത്തൊക്കെ ഈ സ്ഥലം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലം, നാട്. കിട്ടില്ല വ്യൂ അല്ലേ. ഇവിടെയൊക്കെ പന്നിയുടെ ശല്യം, ഒടുക്കത്തെ പന്നിയ കണ്ട. കിട്ടില്ല വ്യൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്യണം. ചൂണ്ടയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പോകുന്ന വഴിയൊക്കെ റിസ്ക്കാണ്. എനിക്ക് വീഴല്ലേ. ഇതിച്ചിരി റിസ്ക്കാണല്ലോ. നിങ്ങൾക്ക് റിസ്ക് അല്ല, എനിക്ക് റിസ്ക്. ഇറങ്ങി. അപ്പോൾ വഴി ഇവിടെ വെച്ച് ബ്ലോക്കായി പോയി. അതവിടെ മൊത്തം ചള്ള കഴിക്കണം. അപ്പോൾ വേണ്ട പോകണ്ട, അട്ട കാണും. അപ്പോൾ തിരിച്ചു കിടക്കാം. പുളകൻ നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ പഴയ സാധനങ്ങളാണ്. നമ്മൾ പഴയ മേടിക്കാൻ കടയിൽ നിന്നൊക്കെ മേടിക്കും. ഇപ്പോൾ പിന്നെ കാർബണിൻ്റെ ഹുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു മീൻ പിടുത്തില്ല. അപ്പം അതിന് അത്രയൊക്കെ മതി. നമ്മൾ ഇങ്ങനെ സെറ്റ് എടുക്കുക. അതെല്ലാം ഇതിനകത്ത് ഇടണം. വലിയ മീൻ പിടുത്തം, നല്ല ചെറിയ മീൻ പിടുത്തം. നമ്മൾ നൂലിങ്ങോട്ട് എടുക്കണം. നമ്മുടെ കെട്ടുന്ന ടോയ് വലിയ ആയതുകൊണ്ട് ഒത്തിരി വലിയ ആയില്ല. കുഴപ്പമില്ല. ഇത്രയും മതി നമുക്ക്. ഇത്രയൊക്കെ മതി. അത് കെട്ടാൻ ഇതിനകത്ത് ഒരു ചെറിയ വീണ്ട നോക്കി എടുക്കണം. ഇത് കുഴപ്പമില്ല. ചൂണ്ട എന്നിട്ട് ഇതെന്തായാലും ഇതിന് ഹോളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഹോളിനകത്തുള്ള തന്നെ കയറ്റി കെട്ടാം. ഇങ്ങനെ എടുക്കുക. 2 കെറ്റ് പലരും പല രീതിയിലാണ് കിട്ടുന്നത്. നമ്മളെന്തായാലും ഈ ഹോളുള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ കിട്ടുക. ബാക്കിയാണ് ഈ കിടക്കണേ. ഈ വള്ളി നമുക്ക് കണ്ടിച്ച് കിടക്കണം. അപ്പോൾ നമുക്ക് പൊങ്ങിടണേ. പൊങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചെറിയ രീതി കിട്ടിയാൽ മതി. ഇത്ര വെച്ചിട്ടാൽ ഇതും പല രീതിയിൽ കിട്ടുന്നവരുണ്ട്. നമ്മളിപ്പോൾ നൈസായിട്ടുള്ള കെട്ടേ കിട്ടുന്നുള്ളൂ. അതായത് നമുക്ക് ഇതെടുക്കുക, ഇതിന് ചുറ്റെടുക്കുക. നമുക്ക് എന്തായാലും ഇത്രയും മതി. ഇത്രയും മതി. അതിനകത്തോട്ട് കയറ്റിയ ഒരു കെട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സെറ്റാക്കണം. ഇനി നമുക്കിത് കമ്പായി കെട്ടിയിട്ട് മീൻ പിടിക്കാം. ഇതൊക്കെ നമ്മളെ വഴി പറ്റും, നമുക്കറിയാത്ത വഴി പറ്റിയോ. കിട്ടിയിട്ടുണ്ട്. ഇതെവിടെ ഒഴുകി വരുന്നത്? ഇത് കടലിൽ നിന്ന് വരുന്ന വെള്ളം. അട്ട ഉണ്ടോടാ? ഇവിടെ എന്ത് പോയി ഇത്? അപ്പോ വരെ കോർക്കുവാണ്. കുറച്ച് കഴിഞ്ഞാ കാണിച്ചേ. ഇല്ല കിട്ടിയില്ല. കിട്ടി. ഗൈസ് കമ്പൊന്നുമില്ല. ഞങ്ങൾ കൈ വെച്ച് കിളമ്പ് എടുത്താണ്. എപ്പോൾ അതാനും അങ്ങനെ പിടിക്കുന്നതാണ്. ഒഴുക്കാണ്. ഒരു കല്ലിട്ടങ്ങ് താത്താലോ. പിടിച്ചോ. കൈതക്കോരയായിരുന്നു തോന്നുന്നു. കിട്ടും. ശരാ കൊത്തണ്ടോ? സെറ്റ് സാധനം. ഇതാണ് നമ്മളെ പറ്റിച്ചിട്ട് പോയ സാധനം. നല്ല ആക്ഷനാണ്. ആൾക്ക് ഒരു കുഴപ്പമില്ല. കണ്ട എനിക്കൊണ്ടൊരു വറക്കലുള്ള കയ്യില്ലേ. വേണ്ട എടുത്തോ.
കണ്ടാ ആ കയറി 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 ആ അതാണ്ട ചോര കണ്ടാ ഇതിൻ്റെ മുള്ളു ചെറുതായിട്ട് കൊണ്ടാൽ മതി ഇതാ പ്രശ്നം കണ്ടാ ഇതാണ് നമ്മുടെ കല്ലേമുട്ടി ഇതിനെ നമ്മളിവിടെ കല്ലേമുട്ടി വണ്ടി നമ്മളിതിനിവിടെ കല്ലേമുട്ടി കരട്ടി കൈതക്കോര എന്നൊക്കെ പറയും ഓരോരുത്തർക്ക് ഓരോ പോലെ ചിലർ ചെമ്പല്ലി എന്നൊക്കെ പറയും അപ്പോൾ ഇവനെ പിടിക്കാൻ വേണ്ടി തന്നെ എണ്ണയാണ് കണ്ട കൈ മൊത്തം ചോര കണ്ട ഇല്ല കണ്ട ചോര വന്നെങ്കിൽ എന്താ മീനെ പിടിച്ചില്ലേ അപ്പോൾ നമ്മളെ പിടിച്ച നമ്മുടെ മീനില്ലയോ ഇതിനെ നമ്മൾ കളയാം റിലീസ് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു പക്ഷേ ഇത് മുട്ടിൻ്റെ ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ ഇത് നമ്മുടെ കരിമീനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നാണ് ഇതിന് പറയുന്നത് ഞങ്ങൾ പിടിച്ച് കഴിക്കുന്നതൊക്കെയാണ് പക്ഷേ മുട്ടിൻ്റെ ടേസ്റ്റ് അപ്പം നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം ടാറ്റാ എവിടെയോ പോയി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു മീനെ പിടിക്കുന്നത് നമ്മൾ റിലീസ് ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണം കാരണം നമ്മുടെ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ